പാകിസ്ഥാനെ നിങ്ങൾക്ക് പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് കടന്നു വരുന്ന 7ാം നാവികപ്പടയും ആ പതാക വഹിച്ചുകൊണ്ടുള്ള നാവികപ്പടയും അതിലെ സൈനികരും ഇവിടെ നിന്ന് തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആർജവത്തോടുകൂടി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ശ്രീ പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. 1971 ഇന്ദിരാഗാന്ധിയും ഹെൻറി കിസിഞ്ചറും തമ്മിലുള്ള ഒരു സംഭാഷണം. സത്യത്തിൽ അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ് എന്ന് ശ്രീ പ്രേമചന്ദ്രൻ മനസ്സിലാക്കേണ്ടതുണ്ട്. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രത്തിലും ഒരു ഹിസ്റ്റോറിയന്റെ ഒരു പുസ്തകത്തിലും അങ്ങനത്തെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ വൺ ലൈനർ ഇന്ദിരാഗാന്ധി പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് നിങ്ങൾ 7th ഫ്ലീറ്റ് വേണമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്നോളൂ, പക്ഷേ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ദിരാഗാന്ധിയുടെ ഒരു സംഭാഷണത്തിലും ഉണ്ടായിട്ടില്ല. അതിന് യാതൊരു വിധത്തിലുള്ള റെക്കോർഡ്സും ഇല്ല. അത് കംപ്ലീറ്റ്ലി ഒരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്. അതുമായി ബന്ധപ്പെട്ട് പഴയ പുസ്തകങ്ങളാണെങ്കിലും ഏറ്റവും അടുത്ത കാലത്ത് 1971 ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീനാഥ് രാഘവന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിലടക്കം അതിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് മീറ്റിംഗ്സ് അടക്കം DP ധാറുമായിട്ട് PN ഹക്സറുമായിട്ടൊക്കെയുള്ള പ്രൈവറ്റ് മീറ്റിംഗ്സ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരിടത്തും അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ അമേരിക്കയുടെ സൈഡ് പറയുന്ന പുസ്തകങ്ങളുണ്ട്, ഇപ്പോൾ ഗ്യാരി ബേസിന്റെ പുസ്തകങ്ങളുണ്ട്, അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരിടത്തും അതില്ല. അതുകൊണ്ട് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരാൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയണം എന്ന് തോന്നി. തന്നെയുമല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ഇന്ദിരാഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ടാസ്ക് ഫോഴ്സ് 74 എന്ന പേരിലുള്ള 7th ഫ്ലീറ്റിന്റെ ഭാഗമായിട്ടുള്ള USS എന്റർപ്രൈസ് എന്നുള്ള കപ്പൽ ബേ ഓഫ് ബംഗാളിൽ ഡിസംബർ മാസം 1971 ഇതേ റിച്ചാർഡ് നിക്സണും ഇതേ ഹെൻറി കിസിഞ്ചറും കൂടി എത്തിച്ചിരുന്നു, ഡിപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്ന് പറഞ്ഞിട്ട് അമേരിക്കയോട് നമ്മൾ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ ടൈപ്പിലുള്ള ഹോളിവുഡ് വൺ ലൈനേഴ്സ് ഉണ്ടായിട്ടില്ല. അത് ചരിത്രപരമായി തെറ്റാണ്. അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്.